സുരേഷ് കുമാർ, അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ, ലൈക്ക പ്രൊഡക്ഷൻസ്, എമ്പുരാൻ ടീമിന്റെ PR ആക്ടിവിറ്റിയുടെ ചരടുകോലുകൾക്ക് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് പറയാം. വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നോക്കല്ലേ നമുക്ക് കാര്യങ്ങൾ. ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പൊ നമ്മുടെ എമ്പുരാനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ന്യൂസ് ചാനൽസ് ആണെങ്കിലും എവിടെയാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്നത്. പൃഥ്വിരാജ് ആണോ PR ടീമാണോ ഇതിന്റെ മാർക്കറ്റിങ്ങിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങുന്നതിന് ഒരു 2 മാസം മുമ്പായിട്ട് തന്നെ കുറേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എമ്പുരാനോട് അനുബന്ധമായിട്ട് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു PR ആക്ടിവിറ്റിയുടെ ഭാഗമാണോ, എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എമ്പുരാൻ റിലീസ് ആവുന്നതിന് ഒരു 2 മാസം മുമ്പ് തന്നെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്, എവിടെയും എങ്ങനെയും ഒരു ഇമ്പോർട്ടൻറ്റ് മെയിൻ സ്ട്രീം ചാനലുകളടക്കം വളരെ വ്യക്തമായിട്ട് എല്ലാവരും സംസാരിക്കുന്നത് എമ്പുരാനെ കുറിച്ചിട്ടാണ്. നമുക്കപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അതായത് എമ്പുരാന്റെ ഷൂട്ടിങ് തുടങ്ങുന്നത്, അതായത് ലൂസിഫർ കഴിഞ്ഞ് സമയം തൊട്ട് തന്നെ എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് എമ്പുരാൻ. അത് ഓക്കെ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അതിനെ കുറിച്ചിട്ട് അറിയാനുള്ള ഒരു ത്വരയുണ്ട്. പക്ഷേ എമ്പുരാൻ കഴിഞ്ഞു, എമ്പുരാൻ ഷൂട്ടിങ് കഴിഞ്ഞു, അതേപോലെ തന്നെ ലൂസിഫർ കഴിഞ്ഞ സമയം തൊട്ട് തന്നെ എമ്പുരാനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ബൈറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ എമ്പുരാന്റെ പ്രൊഡക്ഷൻ ടീമാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ PR ടീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതേവരെ ഒരു മീഡിയയും ഒരു സോഴ്സും വ്യക്തമാക്കിയിട്ടില്ല. അവരിങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു എമ്പുരാന്റെ എന്താണ് ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങൾ, നടക്കുന്നുണ്ടോ, 2ാം ഭാഗം എന്തായി, എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എമ്പുരാന്റെ ട്രെയിലർ ലോഞ്ച് അവരതിഗംഭീരമായിട്ട് നടത്തി. അപ്പോൾ ട്രെയിലർ ലോഞ്ചിൽ ഒരു 2.5 മണിക്കൂറത്തെ പ്രോഗ്രാം ആയിരുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ പല പ്രമുഖരും അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും കൂടിയാണ് അത് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ലൈക്കയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു, ആശീർവാദ് സിനിമാസ് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു, പൃഥ്വിരാജിന്റെ ഡയറക്ടോറിയൽ ടീം എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അത് കൂടാതെ ഈ എമ്പുരാൻ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചത് മുതൽ ഒരേ പ്രശ്നങ്ങളാണ്. സുരേഷ് ആൻഡ് ടീം, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ടീം ഒരു സ്ട്രൈക്ക് പ്രഖ്യാപിക്കുന്നു. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ നഷ്ടത്തിലാണ്, കോടികൾ മുടക്കുന്നു, പ്രൊഡ്യൂസേഴ്സിന് ഇതൊന്നും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു. എമ്പുരാന്റെ റിലീസിന്റെ ഡേറ്റിനോടനുബന്ധിച്ച് തന്നെ അവർ സ്ട്രൈക്ക് അനൗൺസ് ചെയ്യുന്നു. സോ ഈ സ്ട്രൈക്ക് അനൗൺസ് ചെയ്യുമ്പോൾ ഈ സ്ട്രൈക്കിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാർ എല്ലാവരും സംസാരിക്കുന്ന, എല്ലാവരുടെയും വായിൽ വരുന്നൊരു പേരാണ് എമ്പുരാൻ. എമ്പുരാൻ എന്ത് സംഭവിക്കും, റിലീസ് ആ ഡേറ്റിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളായിരുന്നു അവിടെ പൊട്ടിപ്പൊടിക്കുകയായിരുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ വേറെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കുറച്ചൊന്ന് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. അത് അവർ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയതാണോ അല്ലോ എന്നുള്ളത് അറിയില്ല. ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നു ഇതിനകത്തുനിന്ന്. എമ്പുരാന്റെ റിലീസ് പ്രതിസന്ധിയിൽ. പുതിയ പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ പുതിയ പ്രൊഡ്യൂസർ വരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 1.5 ദിവസം 2 ദിവസം മെയിൻ സ്ട്രീം ചാനലുകളും സോഷ്യൽ മീഡിയയിലെ എല്ലായിടത്തും ഇത് തന്നെ സംസാരം, എമ്പുരാൻ. സോ അതിനകത്ത് നാടകീയമായിട്ട് സംഭവിച്ചത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ടൈമിനുള്ളിൽ തന്നെ ഗോകുലം ഗോപാലൻ ഈ പടം എടുക്കുകയാണ്. ഈ പടം എടുത്തിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച തീയതിയിൽ തന്നെ ഇത് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഗോകുലം ഗോപാലൻ അവിടെ പ്രത്യക്ഷത്തില് മുൻപിൽ വരുന്നു. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ട്രെയിലർ ലോഞ്ച്, ആ ഒരു അനൗൺസ്മെന്റ് ടൈമിൽ ഈ 2.5 മണിക്കൂർ പരിപാടിയിൽ ഗോകുലൻ ഗോപാലന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഗോപാലൻ വരികയും ആന്റണി പെരുമ്പാർ, മോഹൻലാൽ, പൃഥ്വിരാജ് എല്ലാവരായിട്ട് കൈ കൊടുത്ത് സംസാരിക്കുന്നതും അതൊക്കെ ആയിട്ടുള്ള ബൈറ്റുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് സ്വാഭാവികമായിട്ടും, നമുക്കല്ല, ഒരു മാർക്കറ്റിംഗ് പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതാണ് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണോ എന്നുള്ളത്.
പ്രീ പ്ലാൻഡ് ആണല്ലോ എന്നുള്ളത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ലൈക്ക പ്രൊഡക്ഷൻസ് എനിക്ക് തോന്നുന്നില്ല ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി അല്ല. ഇപ്പോ 2024 അതിനോടനുബന്ധിച്ചുമായിട്ടാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രൊഡക്ഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ട്. വലിയ വലിയ പ്രൊഡക്ഷൻസ് ഇന്ത്യൻ 2, അതേപോലെ വേട്ടൈ, അങ്ങനെ കുറേയുള്ള സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ വളരെ പ്രൊഫഷണൽ ആയിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ടാവുക. അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, വാട്ട് ദേ വിൽ ഡു, അവരെന്തൊക്കെ ചെയ്യുന്നുള്ളത് വളരെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സോ അപ്പം തന്നെ എനിക്ക് തോന്നുന്നത് എംപുരാന്റെ പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ചെയ്യുന്ന ആൾക്കാർ വേറെ ആൾക്കാരുടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ഗോകുലം ഗോപാലിനെയും എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരത് റിവീൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് മൂവ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പൊ ആ മൂവ് ഉണ്ടാക്കിയത് കൊണ്ട് അവർക്ക് കിട്ടാവുന്ന ഇമ്പാക്ട്, ഒരു എന്താ പറയാ, അവർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി അവർ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് വളരെ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ആ ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അവർ അതിനെ ചെറിയൊരു ഇൻസിഡന്റ് ആക്കി മാറ്റി മീഡിയ അങ്ങ് കത്തിച്ചു. അപ്പോൾ അവരുടെ ടീസർ ലോഞ്ച് ആണെങ്കിലും ട്രെയിലർ ലോഞ്ചിന് മുമ്പായിട്ടാണെങ്കിലും റിലീസിന് മുമ്പായിട്ട് ഇത്ര ഒരു ബൂസ്റ്റ് കിട്ടി. ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻസ് ആണ്. ആ പ്രൊഡക്ഷൻസ് കമ്പനീസ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിൽ വരുമ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് കിട്ടിയ ഒരു റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു പ്രീ പ്ലാൻഡ് ആക്ടിവിറ്റി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് തന്നെ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആന്റണി പെരുമ്പാവൂർ ചെറുതായിട്ട് ഇങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇൻവോൾവ് ആണ്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ട്വീറ്റ് ചെയ്യല്ല, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിന് പൃഥ്വിരാജ് കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അതോടുകൂടി ആ ഒരു ഇഷ്യൂ ആയിട്ട് എംപുരാനായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എംപുരാന് കിട്ടിയ മൈലേജ്, മാർക്കറ്റിംഗ് മൈലേജ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അവയർനെസ് മൈലേജ് വേറൊരു തലത്തിലാണ്. അവിടെയും സംസാരിക്കപ്പെട്ടത് എംപുരാൻ മാത്രമാണ്. ആ ഒരു ഇഷ്യൂ എന്തുകൊണ്ട് വന്നു, എന്തിന് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് ഒരു മൈലേജ് ഉണ്ടാക്കിയത്, ആ സിറ്റുവേഷനിൽ നിന്ന് മൈലേജ് ഉണ്ടാക്കിയത് ഒരു എംപുരാൻ എന്ന് പറഞ്ഞ ടീം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു മൈലേജ് ഉണ്ടാക്കി. ലൈക്ക പ്രൊഡക്ഷൻ വിഡ്രോ ചെയ്യണു എന്ന് പറഞ്ഞിട്ട് അവിടെയും അവർ ഭയങ്കരമായിട്ട് ഒരു പ്ലേ നടത്തി. അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു 1.5 മാസം സൗത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അത് കൂടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഇപ്പോ പ്രീ സെയിൽസിൽ ഇന്ന് ഒരു 24th ആണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡേ എല്ലാ ഷോസും ഫുള്ളാണ്. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ആദ്യ ദിവസം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. 50 കോടിയുടെ അടുത്ത് അല്ലെങ്കിൽ 50 കോടിക്ക് മുകളിൽ പ്രീ സെയിൽസ്, ഓൺലി ടിക്കറ്റ് സെയിൽസ് നടന്നു എന്നാണ് പറയപ്പെടുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ പലയിടത്തും ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ സ്ക്രീൻസും ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 4:30 മുതൽ അല്ലെങ്കിൽ 6 മണിക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷോസ് എല്ലാം ഫുള്ളായിട്ടിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗിമിക്ക് പ്ലേ ചെയ്തുകൊണ്ട് മിനിമൽ മാർക്കറ്റിംഗ് സ്പെൻഡിൽ ഞാൻ പലയിടത്തും അതിന്റെ ഹോൾഡിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വളരെ മിനിമം സ്പെൻഡ് ചെയ്തിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് ഇതിന്റെ മാക്സിമം റീച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ മാക്സിമം റീച്ച് ഉണ്ടാക്കിയെടുത്തപ്പോൾ അവർക്ക് കിട്ടിയൊരു ബെനിഫിറ്റ്, റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കോടിയാണ്. 50 കോടിക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? 50 കോടിക്ക് ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഇവർ എന്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ ഇതിനൊക്കെ പിന്നിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ആണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ടീമാണ്. പിന്നെ അത് കൂടാതെ നല്ലൊരു PR ഏജൻസി ഉണ്ടോ? PR ഏജൻസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെറിയ റിസർച്ച് ചെയ്തപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. എവിടെയും റിവീൽ ചെയ്തിട്ടില്ല ഇതിന്റെ PR ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും റിവീൽ ചെയ്തിട്ടില്ല.
അപ്പോൾ മേ ബി പ്രൊഡക്ഷൻ ടീം ആയിരിക്കും. കാരണം ഒരു തിരക്കഥ എഴുതുന്ന ആള് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിനിമയിലെ ട്വിസ്റ്റും ടേൺസും അല്ലെങ്കിൽ അതിന്റെ പല കാര്യങ്ങളും ചെയ്ത് നോക്കി എക്സ്പെരിമെന്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി. അതീവ തിങ്കിങ് കപ്പാസിറ്റി, ഹൈ തിങ്കിങ് കപ്പാസിറ്റിയും അതേപോലെ കോൺട്രവേഴ്സീസ് എങ്ങനെ ഉണ്ടാവുന്നു, അതിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതൊക്കെ സ്ക്രിപ്റ്റായിട്ട് എഴുതുന്ന ആൾക്കാരുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരുള്ള സ്ഥലത്ത് ഒരു ടീം അതിനെ വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവണം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വളരെ മിനിമൽ സ്പെൻഡിൽ 2-3 കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ട് ഒന്നല്ല കേട്ടോ ശരിക്കും സത്യത്തില് 2-3 കോൺട്രവേഴ്സൽ ഡിസ്കഷൻസ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ റീച്ച് അങ്ങ് വേറെ രീതിയിലാക്കി. അതുകൂടാതെ ഇൻഡസ്ട്രിയിൽ ഇവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുകയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ അത് നാഷണൽ ലെവലിൽ തന്നെ ഡിസ്കഷനായി. അതുകൂടാതെ മറ്റ് ഭാഷകളിൽ ഇറങ്ങുമ്പോൾ തെലുങ്ക്, ഹിന്ദി അതേപോലെ തമിഴ് എന്ന് പറയുന്ന ഭാഷകളിലൊക്കെ ഈ പടം റിലീസാകുമ്പോൾ അവിടെ പോയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അവരുണ്ടാക്കുന്ന ഒരു മൈലേജ് അതും വേറെയാണ്. സോ ഇതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-55 കോടി പ്രീ സെയിൽസ് ആണ്. സോ നമുക്കറിയില്ല ഈ പടം എത്ര കളക്ട് ചെയ്യുന്നു. ഒരു 500 കോടിയൊക്കെയാണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ. ഈ പടം ടോട്ടൽ വേൾഡ് വൈഡ് 500 കോടിയെങ്കിലും കളക്ട് ചെയ്യണം. 1000 കോടിയായ അത്രയും നല്ലത്. 1000 കോടിയൊക്കെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം. പക്ഷെ ഒരു 1000 കോടിക്ക് മൈലേജ് ഉള്ള ഒരു സംഭവമായിട്ടാണ് അവരിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ പടം ലൂസിഫറിനേക്കാളും ഒരു പടി മുന്നിൽ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 500+ അടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പൃഥ്വിരാജിൻ്റെയോ അവരുടെ PR ടീമിൻ്റെയോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അത് ഫലം കണ്ടു? ഇനി ഉള്ളത് കളക്ഷനാണ്. കളക്ഷൻ പ്രൊഡ്യൂസറിന് ഇത് തിരിച്ചു കിട്ടുമോ? ഈവൻ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം.